സാഹിതിയിലെ മൈനാകസർഗം എന്ന കവിത ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ 1906 ഡിസംബർ 23 ജനിക്കുകയും 1974 ഒക്ടോബർ 16 മരിക്കുകയും ചെയ്തു. സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളെ പശ്ചാത്തലമാക്കി സാഹിത്യ നിർമ്മാണം ചെയ്ത ഒരു കവിയും നാടകകൃത്തും എല്ലാമാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശക്തിയുടെ കവിത, പുതിയ മാനവികതയുടെ കവിത, അങ്ങനെ ഒത്തിരി വിശേഷണങ്ങൾ ഉണ്ട്. മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ മിക്കവാറും ഒറ്റപ്പെട്ട സ്വരം കൂടിയാണ് ഇടശ്ശേരിയുടെ. ചങ്കമ്പുഴ കവിതയുടെ വികാര തരളിതയും വർണ്ണപ്പൊലിമയിലും സഹൃദയലോകം മുഴുകിയിരുന്ന ഒരു കാലത്ത് തൻ്റേതു മാത്രമായ വീക്ഷണവും ശൈലിയും പാലിക്കുവാൻ ഇടശ്ശേരിക്ക് കഴിഞ്ഞു എന്നത് പ്രത്യേകതയാണ്. ചങ്കമ്പുഴയുടെ ശൈലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇടശ്ശേരിയുടെ ശൈലി വളരെ പരുക്കനാണ്. അതിനനുസരിച്ചുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇടശ്ശേരി എപ്പോഴും സ്വീകരിച്ചത്. ഗ്രാമീണ ജീവിതത്തിൻ്റെ തനത് രൂപഭാവങ്ങൾ ഇത്രയേറെ കാവ്യവിഷയമാക്കിയ മറ്റേതെങ്കിലും കവിയുണ്ടോ? കുഞ്ഞിരാമൻ നായർ ചെയ്തതുപോലെ എല്ലാ രംഗങ്ങളും കാൽപ്പനിക ഭാവങ്ങളുടെ മയൂര പിഞ്ചികാചാലനത്തിലൂടെ മറ്റൊന്നാക്കി കാട്ടുന്ന പ്രക്രിയ ഇവിടെ ഇല്ല. ഉള്ളത് അതുപോലെ പറയും. നാട്ടുംപുറത്തെ കാളവണ്ടിയും ചകിരിക്കുഴിയും ദരിദ്രഗൃഹത്തെ പെണ്ണുകാണലും കറുത്ത ചട്ടിച്ചികൾ പോലെ കിഴക്ക് നിന്ന് വരുന്ന വർഷകാല മേഘങ്ങളും കുഞ്ഞാങ്ങളെയെപ്പോറ്റാൻ വഴിതെറ്റിപ്പോകുന്ന പെങ്ങളും കുറ്റിപ്പുറമ്പാലവും ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിയേ അടങ്ങൂ എന്ന മകന്റെ വാശിക്ക് വഴങ്ങുന്ന പിതാവും മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ തുള്ളിവരുന്ന ഭൂതവും വലിയ വീട്ടിലെ യജമാനൻ മില്ല് വാങ്ങിയപ്പോൾ ഉപജീവനമാർഗം നിന്നുപോയ നിലുകുത്തുകാരി പാറുവും കാമുകൻ അനുജത്തെ വിവാഹം കഴിച്ചപ്പോൾ അപമൃത്യു എന്ന് തോന്നിക്കത്തക്ക വിധം ആത്മഹത്യ ആസൂത്രണം ചെയ്ത പെൺകിടാവും മുറ്റത്തെ പൂത്ത മാവും വീടിവലിച്ചതിന് വിദ്യാർത്ഥിയെ പൊതിരെത്തല്ലി അവൻ പരിപിടിച്ചു മരിച്ചപ്പോൾ പശ്ചാത്തപിക്കുന്ന അധ്യാപകനും ധരികനായ ജാമാതാവിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ താൻ അന്യനാണെന്ന് മനസ്സിലാക്കി അങ്ങേ വീട്ടിൽ കയറേണ്ടതിന് പകരം വഴിതെറ്റിയതാണെന്ന് പറഞ്ഞൊഴിയുന്ന വൃദ്ധനും കൊച്ചു കുഞ്ഞുങ്ങളുടെ സുഖക്കേടുകൾ നിമിത്തം കറുത്തു പോകുന്ന ആണ്ടറുതികളും വേണ്ടപ്പെട്ടവർ ചുമതലകൾ മറക്കുമ്പോൾ കമിതാക്കളുടെ കൂടെ ചാടിപ്പോകുന്ന കന്യകകളും ആദ്യമായി പള്ളിക്കൂടത്തിലെത്തുന്ന പിഞ്ചുകുഞ്ഞുങ്ങളും നാട്ടിൻപുറത്തെ ചേട്ടയെ പുറത്താക്കുന്ന ഘോഷയും അവയുടെ പാഠങ്ങളും കാവിലെ പാട്ടുകളും എല്ലാം വ്യംഗ്യഭംഗിയോടെ അവതരിപ്പിച്ച ഇടശ്ശേരി തനിക്ക് ആവിഷ്കരിക്കാനുണ്ടായിരുന്ന ഗൗരവപ്പെട്ട ദർശനങ്ങൾക്ക് പശ്ചാത്തലമായി നിത്യജീവിത സംഭവങ്ങളെയോ സാധാരണ വസ്തുക്കളെയോ സരള മാനുഷ ബന്ധങ്ങളെയോ എല്ലാം ഉപയോഗിച്ചു. അതുകൊണ്ട് ഏറ്റവും അധികം മണ്ണിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു നവശാലയാണ് ഈ ഇടശ്ശേരിയുടെ കവിത എന്ന് പറയാം. ഭാരതീയ മനസ്സിൻ്റെയും കേരളീയ മനസ്സിൻ്റെയും സമ്മിശ്രമായ അടിവേരുകൾ, ഈ കാലഘട്ടത്തിൻ്റെ ദാർശനികമായ പോരായ്മകളും സങ്കടങ്ങളും, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, മനുഷ്യബന്ധങ്ങളുടെ മൂല്യങ്ങൾ, ഇതെല്ലാം എല്ലാ തരത്തിലും വ്യാപിച്ച് ഉയരുന്ന ശില്പങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് ഡോക്ടർ എം ലീലാവതി അവരുടെ മലയാള കവിതാ സാഹിത്യ ചരിത്രം എന്ന പുസ്തകത്തിൽ അടയാളപ്പെടുത്തി. അളകാവലി, കറുത്ത ചട്ടിച്ചികൾ, പുത്തൻകലവും അരിവാളും, ലഘുഗാനങ്ങൾ, വിവാഹ സമ്മാനം, ത്രിവിക്രമന് മുൻപിൽ, തത്വശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോൾ, കാവിലെ പാട്ട്, ഒരുപിടി നെല്ലിക്ക, തെരഞ്ഞെടുത്ത കൃതികൾ, കുങ്കുമപ്രതാപം, അന്ത്യത്തിരി, ഇതെല്ലാം ഇടശ്ശേരിയുടെ കൃതികളാണ്. ഇനി നമ്മുടെ പാഠത്തിൻ്റെ ആശയം എന്താണ്? പൊന്നാനിക്കളരിയുടെ മാനവിക ദർശനമാണ് ഇടശ്ശേരിയെ മുന്നോട്ട് നയിച്ചത് എന്ന് പറയാം. മിത്തുകളെയും ഐതിഹ്യങ്ങളെയും എല്ലാം തൻ്റെതായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഇടശ്ശേരി എന്നും ശ്രമിച്ചിട്ടുണ്ട്. മൈനാകശൃംഗം എന്നത് പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമാണ്. പക്ഷേ അത് ആധുനിക കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനുണ്ടായ അപജയത്തെ സൂചിപ്പിക്കുന്നു ഇടശ്ശേരി. മൈനാകശൃംഗം എന്ന കവിത ഇത്തരത്തിലുള്ള വ്യാഖ്യാനത്തിന് ഒരു ഉദാഹരണമാണ്. സീതയെ തേടി പുറപ്പെട്ട ഹനുമാന് സൽക്കാരവുമായി മൈനാകപർവ്വതം അതാ ഉയർന്നു വന്നു. അങ്ങനെ ഒരു പുരാതന കഥയുണ്ട്, ഒരു പുരാണ കഥയുണ്ട്. പക്ഷെ ആ കഥയ്ക്ക് നവമായ ഒരു ചരിത്രസന്ധിയുമായി സമന്വയിപ്പിക്കാൻ ഇടശ്ശേരിക്ക് കഴിയും. സത്യത്തിൻ്റെ സന്ദേശവും പേറി സ്വാർത്ഥമോഹങ്ങളുടെ കടൽ താണ്ടി മോചനം എന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ആ പ്രസ്ഥാനം പാവപ്പെട്ടവർക്ക് 10 സെന്റ് ഭൂമി കുടികിടപ്പ് നേടിക്കൊടുക്കുന്നതിൽ മാത്രമായി മങ്ങിപ്പോകരുത് എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ലക്ഷ്യങ്ങൾ അതിലും വലുതാണ് എന്ന് പറയുകയാണ് ഇടശ്ശേരി മൈനാകശൃംഗം എന്ന തൻ്റെ കവിതയിലൂടെ. എങ്ങനെയാണ് മൈനാകം ഹനുമാനെ സൽക്കരിച്ചത്? പണ്ട് പർവ്വതങ്ങൾക്കെല്ലാം ചിറകുണ്ടായിരുന്നെന്നും അക്കാലത്ത് പർവ്വതങ്ങൾ ചിറക് വീശി പറന്ന് ഭൂമിയിൽ വീണുകൊണ്ടിരുന്നതിനാൽ ഭൂവാസികൾ ഭയവിഹ്വലരായി എന്നും പറയും. അവരുടെ അപേക്ഷയെ തുടർന്ന് ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് അവയുടെ ചിറകുകൾ ഛേദിച്ചു കളഞ്ഞു. ഹിമാലയത്തിന് മേനക എന്ന അപ്സരസിൽ ജനിച്ച
മൈനാകം എന്ന പർവ്വതത്തെ സുഹൃത്തായ വായുഭഗവാൻ സമുദ്രത്തിലെത്തിക്കുകയും സമുദ്രദേവൻ അതിന് അഭയം നൽകുകയും ചെയ്തു എന്ന്. സീതാദേവി അന്വേഷിച്ച് ലങ്കയിലേക്ക് ആകാശമാർഗം യാത്രയാകുന്ന ഹനുമാനെ സൽക്കരിക്കണമെന്ന് ഒരിക്കൽ സമുദ്രം മൈനാകത്തോട് ആവശ്യപ്പെട്ടു. സൂര്യവംശജനായ സഗരന്റെ പുത്രന്മാരാണ് സമുദ്രത്തിന് ഇത്രമാത്രം വിസ്തൃതിയും അഗാധതയും നേടിക്കൊടുത്തത്. അങ്ങനെ സഗരന്റെ വംശത്തിൽ പിറന്ന ശ്രീരാമന്റെ ദൂതനായി പോകുന്ന ഹനുമാനെ സൽക്കരിച്ച് നന്ദി കാട്ടണം എന്നായിരുന്നു സമുദ്രത്തിന്റെ ആഗ്രഹം. തന്നെ രക്ഷിച്ച വായുദേവന്റെ മകനെ സൽക്കരിക്കുന്നതിൽ മൈനാകത്തിനും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കൃത്യാനുഷ്ഠാന വ്യഗ്രനായ ഹനുമാൻ തന്റെ ഉത്തരവാദിത്തം ചെയ്യണമെന്ന് വളരെ വ്യഗ്രതയോടെ പറന്നു പോകുന്ന അല്ലെങ്കിൽ ചാടിപ്പോകുന്ന ഹനുമാൻ, ലങ്കയിലേക്ക് പോകുന്ന ഹനുമാൻ ഇടയ്ക്ക് എന്ന് നീക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. പെരുവഴിയിൽ ശയനങ്ങൾ ചെയ്തെന്നും പേർത്തു മറ്റൊന്ന് ഭാവിക്ക എന്നുള്ളതും അസാധ്യമാണെന്ന് പറഞ്ഞ്, അതായത് എനിക്ക് ഈ വഴിയിൽ വിശ്രമിക്കുന്നത് മറ്റ് സാധിക്കില്ല, എൻ്റെ ജോലി ഉത്തരവാദിത്തം വളരെ വലുതാണ് എന്ന്, അതുകൊണ്ട് വിശ്രമം അസാധ്യമാണെന്നൊക്കെ പറഞ്ഞ് സൽക്കാരം സ്വീകരിക്കാതെ രാമബാണം പോലെ മുന്നോട്ട് കുതിച്ചു എന്നുമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കവിതയുടെ സാരം ഇതാണെങ്കിൽ, ഇടശ്ശേരി പറയുന്ന കവിത ഇങ്ങനെയാണ് പറയുന്നത്: അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വീണ് കിട്ടിയതല്ല ഓരോ കുടികിടപ്പുകാരനും 10 സെന്റ് ഭൂമി. വീരന്മാരുടെ സമരം നേടിയെടുത്ത ലക്ഷ്യവുമല്ല ഈ 10 സെന്റ് ഭൂമി. കല്ലിന്റെ ഉറപ്പുള്ള നിന്റെ കൈപിടിച്ചു വന്ന ഈ 10 സെന്റ് ആകുന്ന ഐശ്വര്യദേവത ഈ 10 സെന്റ് ഭൂമി ഓരോ തൊഴിലാളിക്കും അവന്റെ കൈപിടിച്ചു വന്ന മണവാട്ടിയാണ്, ഐശ്വര്യദേവതയാണ്. പക്ഷെ അതിനെ എല്ലാം മറന്ന് അണിയിച്ചൊരുക്കാനാണ് നിനക്ക് ആ 10 സെന്റ് ഭൂമിക്ക് ചുറ്റും വേലി കെട്ടുക, അതിൽ 4 തൈത്തെങ്ങ് നടുക, അതിനെ മനോഹരമാക്കുക, അതിലൊരു കൊച്ചു മനോഹരമായ വീട് വയ്ക്കുക, അങ്ങനെ അതിനെ അണിയിച്ചൊരുക്കാനാണ് നിനക്ക് മോഹം. പക്ഷേ ഇവൾക്കാവട്ടെ നീ വെച്ച് വളർത്തുന്ന തൈച്ചെന്തങ്ങിൻ്റെ ഇളനീര് കുടിപ്പിച്ച് നിന്റെ സമരവീര്യം അലിയിച്ചെടുക്കാനാണ് ഈ 10 സെന്റ് ഭൂമിക്ക് മോഹം. അപ്പോൾ സമരം ചെയ്ത് നേടിയെടുത്ത ഈ 10 സെന്റിൽ 4 ചുവട് തെങ്ങ് വെച്ച് സ്വർഗം പണിയാമെന്ന് നീ ഒരിക്കൽ പോലും കരുതരുതേ എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു, ഇടശ്ശേരി ഓർമ്മിപ്പിക്കുന്നു തൊഴിലാളിയോട്. സമര വീര്യം ചോർന്നു പോകാതെ നോക്കണമെന്ന് പറയുന്നു. ഈർപ്പുമുട്ടിക്കുന്ന ഈ 10 സെന്റ് തലചായ്ക്കുവാൻ ഒട്ടും മതിയാവുകയില്ല എന്ന് തൊഴിലാളി പ്രസ്താവനകളോട് ഓർമ്മിപ്പിക്കുന്നു. വിപ്ലവ വീര്യത്തെ ഈ 10 സെന്റിൽ തളയ്ക്കരുത്, അത് പരിഹാസ്യമാണ്. അല്ലയോ വായുപുത്ര സമരനായക, അപഹരിക്കപ്പെട്ട ഭൂപുത്രി എന്ന മർത്യവിശുദ്ധിയെ അന്വേഷിക്കുന്നതിന് നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. തെളിഞ്ഞു കാണുന്ന സത്യത്തിന്റെ സന്ദേശവും വഹിച്ച് ദുഃഖത്തിന്റെ കടൽ കടന്ന് സ്വാതന്ത്ര്യത്തെ തേടിപ്പിടിക്കുന്നതിന് നമ്മളൊക്കെ നിയുക്തരാണ്. ഏറെക്കാലമായി അഹങ്കാരികളായ രാക്ഷസന്മാരുടെ മണിമാളികയ്ക്ക് ഉള്ളിൽ സ്വാതന്ത്ര്യം കാത്ത് ആ തടവുകാരിയായി അവൾ കഴിയുകയാണ് ഭൂപുത്രി. അന്ധരായ ഞങ്ങൾ വഴിതെറ്റി സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് അലയുകയാണ് എന്ന് വെച്ചാൽ ഏറെക്കാലമായി ജന്മികളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് എല്ലാ ഭൂമിയും. അത് യഥാർത്ഥ സ്ഥലങ്ങളിൽ ഒരിക്കലും എത്തിച്ചേർന്നിട്ടില്ല, എത്തേണ്ട ഇടത്തെത്തിയിട്ടില്ല. അതുകൊണ്ട് നീയാകട്ടെ സാഹസത്തിന്റെ ആകാശത്തിലേറി യാത്ര തുടരുന്നു. നിന്നിൽ മാത്രം അർപ്പിച്ച ജീവിതാശയോടുകൂടി ദൂരെ സഹയാത്രികരായ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നിന്റെ വിജയത്തിലേക്ക് ഉന്മുഖമായ മുഖം തിരിച്ച്, അതായത് തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ ഇറങ്ങി തിരിച്ച പ്രസ്ഥാനം, അതിനെയാണ് ഇവിടെ ഹനുമാനായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശ്രമിക്കല്ലേ എന്ന് പറയുകയാണ്, ഒരുപാട് നേരം വിശ്രമിക്കല്ലേ എന്ന് പറയുകയാണ്. ഈ 10 സെന്റ് ആവുന്ന മൈനാസർഗ ശൃംഗം ഇപ്പോൾ നിനക്ക് സൽക്കാരം അണിയിക്കുമ്പോൾ നീ അതിലെ ചെന്തെങ്ങിന്റെ കരിക്ക് വെള്ളം കുടിച്ച് അവിടെ മയങ്ങിപ്പോകല്ലേ എന്ന് പറയാം. നിന്റെ സമരവീര്യം അലിയിച്ചു കളയല്ലേ എന്ന് പറയാൻ. കുളിരോളങ്ങൾ ഇളകുന്ന മനോഹരമായ തടാകവും തണലും തേന്തുളുമ്പുന്ന പഴങ്ങളും ഉന്നതമായ സൗഹൃദ ബന്ധങ്ങളും എല്ലാം ഈ 10 സെന്റ് ആകുന്ന മൈനാക ശൃംഗത്തിൽ ഒരുക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഉരുകിത്തിളക്കുന്ന ധർമ്മത്തിന്റെ ഹൃദയരോഷം മറക്കല്ലേ. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തളർച്ച തീർക്കാനുള്ളതല്ല ഈ 10 സെന്റ് ആകുന്ന മൈനാക ശൃംഗം എന്ന് ഓർമ്മിപ്പിക്കുക. ലക്ഷ്യം നേടുന്നതിനുള്ള വ്യഗ്രതയിൽ ചവിട്ടിക്കുതിക്കാനുള്ള കുതിപ്പലകയായി നീ അതിനെ കാണണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് മംഗളം ഭവിക്കും എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ചോദ്യോത്തരങ്ങൾ നോക്കാം. അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. മൈനാക ശൃംഗം എന്ന കവിതയിൽ പരാമർശിക്കുന്ന പുരാണ കഥ എന്താണ്? സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പുറപ്പെട്ട ഹനുമാനെ സൽക്കരിച്ച കഥയാണ് മൈനാക ശൃംഗം എന്ന കവിതയിൽ പരാമർശിക്കുന്നത്. പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്ന കാലത്ത് ഭൂവാസികളുടെ അപേക്ഷ പ്രകാരം ദേവേന്ദ്രൻ വജ്രായുധം ഉപയോഗിച്ച് ചിറകുകൾ ഛേദിച്ചു എന്നാണ് പറയുക. ഹിമാലയ പർവ്വതത്തിന് മേനക എന്ന അപ്സരസിൽ ജനിച്ച നാഗം എന്ന പർവ്വതത്തിന് മൈനാകം എന്ന പർവ്വതത്തിന് സമുദ്രം അഭയം നൽകി. സീതാന്വേഷണാർത്ഥം പുറപ്പെട്ട ഹനുമാനെ സൽക്കരിക്കണമെന്ന് സമുദ്രം ആവശ്യപ്പെട്ടതനുസരിച്ച് മൈനാകം തയ്യാറായെങ്കിലും യാത്രയിൽ ഊണും ഉറക്കവും
പാടില്ല എന്ന് പറഞ്ഞ് സൽക്കാരങ്ങൾ സ്വീകരിക്കാതെ രാമബാണം പോലെ ഹനുമാൻ യാത്രയായ ആ പുരാണ കഥയാണ് ഇവിടെ ഇടശ്ശേരി സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വിശ്വസിക്കായിക നീ പക്ഷേ 4 കൽപ്പവൃക്ഷം നട്ട് വിണ്ണൊരുക്കി കളയാമെന്നൊരിക്കൽ പോലും. 4 തെങ്ങിൻ തൈ ആണ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. അത് നട്ടിട്ടും ഈ 10 സെന്റ് ഭൂമിയിൽ സ്വർഗം തീർക്കാമെന്ന് നീ വിചാരിക്കല്ലേ എന്ന് പറയുകയാണ്. എന്താണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, വിവക്ഷിച്ചിരിക്കുന്നത്, അത് വ്യക്തമാക്കുക. അപഹൃതയായ സീതയെ തേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ, അപഹരിച്ചു കൊണ്ടുപോയ സീതയെ തേടി പുറപ്പെട്ട ഹനുമാൻ മൈനാകത്തിന്റെ സൽക്കാരം സ്വീകരിക്കാതെ യാത്ര തുടർന്ന ആ പുരാവൃത്തത്തെ നവമായ ചരിത്ര സന്ധിയിൽ സമന്വയിപ്പിക്കുന്ന കവിതയാണ് ഇടശ്ശേരിയുടെ മൈനാകശൃംഗം. സത്യത്തിന്റെ സന്ദേശവും വഹിച്ച സ്വാർത്ഥമോഹങ്ങളുടെ കടൽ താണ്ടി മോചനമെന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന പ്രസ്ഥാനമാണ് തൊഴിലാളി പ്രസ്ഥാനം. അത് പാവപ്പെട്ടവർക്ക് 10 സെന്റ് നേടിക്കൊടുത്ത് വിശ്രമിച്ചിരിക്കല്ലേ എന്ന് പറയുന്നു. സമരം ചെയ്ത് നേടിക്കൊടുത്ത ഈ 10 സെന്റിൽ 4 ചുവട് തെങ്ങ് വെച്ച് സ്വർഗം പണിയാമെന്ന് ഒരിക്കൽ പോലും കരുതരുതെന്ന് വിപ്ലവകാരികളെ കവി ഓർമ്മിപ്പിക്കുന്നു. പാവപ്പെട്ടവർക്ക് നേടിക്കൊടുത്ത 10 സെന്റ് ഭൂമിയല്ല വിപ്ലവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു. കാലമേറെയായി ദൂർത്തരക്കന്മാരുടെ മണിക്കോലക വളപ്പിൽ അവൾ തടവുകാരി. ആരാണ് തടവുകാരി? സീത. രാവണന്റെ രാവണൻ എന്ന് പറയുന്ന രാക്ഷസ രാജാവ് അല്ലേ, അദ്ദേഹത്തിന്റെ കൊട്ടാര വളപ്പിൽ തടവുകാരിയായി പോയതുപോലെ കാലമേറെയായി അവൾ തടവുകാരി. സത്യത്തിന്റെ സന്ദേശവും വഹിച്ച് സ്വാർത്ഥമോഹങ്ങളുടെ കടൽ താണ്ടി മോചനമെന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന പ്രസ്ഥാനം പാവപ്പെട്ടവർക്ക് 10 സെന്റ് നേടിക്കൊടുക്കുന്നതിൽ ഒടുങ്ങിപ്പോകരുത് അല്ലെങ്കിൽ ഒതുങ്ങിപ്പോകരുത് എന്ന് സൂചിപ്പിക്കുന്നു. തടവുകാരിയായി തീർന്നിരിക്കുന്നത് ഭൂമിയാണ്, എല്ലാവർക്കും അവകാശമുള്ള ഈ ഭൂമി. അത് കാലമേറെയായി വലിയ വലിയ ജന്മികളുടെ കയ്യിൽ അകപ്പെട്ട് തടവുകാരിയായി പോയിരിക്കുകയാണ്. അതിലെ കൃഷി ചെയ്യുന്ന കൃഷിപ്പണിക്കാരനല്ല വാസ്തവത്തിൽ ഇന്ന് അതിൽ അവകാശമുള്ളത്. പകരം ഈ മണിക്കോലക കെട്ടിത്തീർത്ത് അതിൽ പാർക്കുന്ന ജന്മികൾക്കാണ് ഇന്ന് അതിൽ അവകാശം. അവിടെ നിന്ന് അവളെ മോചിപ്പിക്കണം എന്ന് ഹനുമാൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് പറയുകയാണ്. സത്യത്തിന്റെ സന്ദേശവുമേന്തി ദുഃഖത്തിന്റെ കടൽ കടന്ന് സ്വാതന്ത്ര്യത്തെ തേടി കണ്ടുപിടിക്കുന്നതിന് നിയുക്തരാണ് വിപ്ലവകാരികൾ. അഹങ്കാരികളായ രാക്ഷസന്മാരുടെ മണിമാളികയിൽ സ്വാതന്ത്ര്യം തടവുകാരായി കഴിയുകയാണ് എന്ന് കവി പറയുന്നു. സ്വാതന്ത്ര്യം തടവിൽ കഴിയുന്നതിൻ്റെ വൈരുദ്ധ്യമാണ് ശ്രദ്ധേയം. തളർച്ച തീർക്കാൻ അല്ലിതാ ലക്ഷ്യത്വരയിൽ ചവിട്ടി കുതിക്കാനുള്ളതാണെങ്കിൽ അതേ ഭവ്യം ആശയം വിശദമാക്കുക. ഈ മൈനാകശൃംഗം തൽക്കാലം ഹനുമാൻ ഒരു ചുവടുവയ്ക്കുന്നത് അവിടെ വിശ്രമിച്ചിരിക്കാനല്ല, മറിച്ച് എന്ത് ചെയ്യാണ്, ഒന്നുകൂടി യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഒന്ന് ചവിട്ടി കുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഈ 10 സെന്റ് ഭൂമി തൽക്കാലം കിട്ടിയത്, കുടികിടപ്പ് അവകാശം കിട്ടിയത്, അവിടെ അതിൽ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് വിശ്രമിക്കാനുള്ളതല്ല. അവിടെ നിന്ന് കുതിക്കണം, അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പിന്നെയും കുതിക്കണം എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. അപഹൃതയായ സീതയെ തേടി പുറപ്പെട്ട ഹനുമാൻ മൈനാകത്തിന്റെ സൽക്കാരം സ്വീകരിക്കാതെ യാത്ര തുടർന്ന പുരാവൃത്തത്തെ നവമായ ഒരു രീതിയിൽ അവതരിപ്പിക്കുന്നു പുതിയ കാലഘട്ടത്തിൽ ഇടശ്ശേരി തന്റെ മൈനാകശൃംഗം എന്ന കവിതയിലൂടെ. സത്യത്തിന്റെ സന്ദേശം വഹിച്ച് മോചനം എന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന പ്രസ്ഥാനം തൊഴിലാളി പ്രസ്ഥാനം പാവപ്പെട്ടവർക്ക് 10 സെന്റ് നേടിക്കൊടുക്കുന്നതിൽ മാത്രമായി ചുരുങ്ങിപ്പോകരുതെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. കുളിരോളങ്ങൾ കളിക്കുന്ന പൊയ്കയും തണലും തേനൂറുന്ന പഴങ്ങളുമൊക്കെ ഈ 10 സെന്റ് ആകുന്ന മൈനാകശൃംഗത്തിൽ നീ ഒരുക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഉരുകിത്തിളയ്ക്കുന്ന ധർമ്മത്തിന്റെ ഹൃദയരോഷം മറയ്ക്കരുത് എന്ന് പറയുകയാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തളർച്ച തീർക്കാനുള്ളതല്ല ഈ മൈനാകശൃംഗം അഥവാ ഈ 10 സെന്റ് എന്ന് പറയാൻ. ലക്ഷ്യം നേടിയിടുന്നതിനുള്ള വ്യഗ്രതയിൽ ചവിട്ടി കുതിക്കാനുള്ള ഒരു കുതിപ്പലകയായിട്ടാണ് അതിനെ കാണേണ്ടത് എന്നും കവി പറയുന്നു. ഒന്നരപ്പുറത്തിൽ കവി ആദ്യം ഉത്തരം എഴുതുക. ആണ്. മൈനാകശൃംഗം എന്ന കവിതയിലൂടെ ഇടശ്ശേരി അവതരിപ്പിക്കുന്ന ദർശനം എന്താണ്, ഒരു ഫിലോസഫി പറയുന്നത് എന്താണത്? അപഹൃതയായ സീതയെ തേടി പുറപ്പെട്ട ഹനുമാൻ മൈനാകത്തിന്റെ സൽക്കാരം സ്വീകരിക്കാതെ യാത്ര തുറന്ന പുരാവൃത്തത്തെ ആധുനികമായ ചരിത്രസന്ധിയിൽ അന്വയിപ്പിക്കുകയാണ് തൻ്റെ കവിതയിലൂടെ ഇടശ്ശേരി. സത്യത്തിന്റെ സന്ദേശവും വഹിച്ച് സ്വാർത്ഥമോഹങ്ങളുടെ കടൽ താണ്ടി മോചനമെന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യപ്പെട്ട ആ പ്രസ്ഥാനം പാവപ്പെട്ടവർക്ക് 10 സെന്റ് നേടിക്കൊടുക്കുന്നതിൽ ഒടുങ്ങിപ്പോകരുത് എന്ന് കവി സൂചിപ്പിക്കുന്നു. സമരം ചെയ്ത് നേടിക്കൊടുത്ത ഈ 10 സെന്റ് 4 ചുവട് തെങ്ങ് വെച്ച് സ്വർഗം പണിയാമെന്ന് ഒരിക്കൽ പോലും ആരും കരുതരുതെന്ന് വിപ്ലവകാരികളോട് കവി ഓർമ്മപ്പെടുത്തുന്നു. പാവപ്പെട്ടവർക്ക് നേടിക്കൊടുത്ത 10 സെന്റ് ഭൂമിയല്ല വിപ്ലവത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. സത്യത്തിന്റെ സന്ദേശവുമേന്തി ദുഃഖത്തിന്റെ കടൽ കടന്ന് സ്വാതന്ത്ര്യത്തെ തേടിക്കണ്ടുപിടിക്കുന്നതിന് നിയുക്തരാണ് നിങ്ങൾ വിപ്ലവകാരികൾ എന്ന് കവി പറയുന്നു. അഹങ്കാരികളായ രാക്ഷസന്മാരുടെ മണിമാളികകളിൽ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ തടവിലാക്കി കിഴപ്പെട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം തടവിൽ കഴിയുന്നതിലെ വൈരുദ്ധ്യം വളരെ ശ്രദ്ധേയമാണ്. സ്വാതന്ത്ര്യം എങ്ങനെ തടവിൽപ്പെടും? സ്വാതന്ത്ര്യം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്
മുമ്പിൽ പാവപ്പെട്ടവർക്ക് നേടിക്കൊടുക്കുന്ന 10 സെന്റ് ഭൂമിയാകുന്ന മൈനാക കൊടുമുടി സൽക്കാരമൊരുക്കി കാത്തു നിൽക്കുന്നു. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തളർച്ച തീർക്കാനുള്ളതല്ല ഈ മൈനാക സ്വർഗം. ലക്ഷ്യം നേടുന്ന വ്യഗ്രതയിൽ ചവിട്ടി കുതിക്കാനുള്ള കുതിപ്പലകയായി അതിനെ കാണണമെന്ന് കവിയുടെ ദർശനം.